യാഗമായി വരുന്നു സവിധി, മായിക്ക എൻ പാപങ്ങൾ, തൊടുക നിൻ കരമെന്മേൽ, നാഥ വരുന്നു നിൻ സവിധി. എന്താണ് എന്റെ റെസ്പോൺസിബിലിറ്റി? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. യെസ്, ജഡാഭിലാഷത്തിന് അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിനെ അനുസരിക്കാൻ കഴിയില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരുവന് ജഡാഭിലാഷത്തെ നിർവഹിക്കാനായിട്ട് ആവശ്യമില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല, ജഡത്തിന്റെ പ്രവർത്തികളോ. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അവിടുത്തെ അർത്ഥം ഇതാണ്: ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്താൽ ന്യായപ്രമാണമുണ്ട്, പക്ഷേ അത് ചെയ്യാൻ കഴിയാതെ വണ്ണം നിങ്ങൾ ബന്ധിതരല്ല. കാര്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ഈ ന്യായപ്രമാണം അനുസരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട്, അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. ഈ വാക്യങ്ങളൊക്കെ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. നമുക്ക് ന്യായപ്രമാണം ഇല്ല ബ്രദറെ, കാര്യം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവര് അല്ല. ഇത് നടന്നു കഴിഞ്ഞിട്ടാണ് മറ്റേ കാര്യം പറയുന്നത്. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്നുള്ളത് നമ്മളങ്ങ് പറയും. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനേ ഉള്ളൂ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അല്ലാതിരിക്കുന്നത്. കാരണം ന്യായപ്രമാണത്തിനും അപ്പുറത്തുള്ള അനുസരണമാണ് ആത്മാവിലുള്ള അനുസരണം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? അല്ലാതെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയോ ന്യായപ്രമാണം ചെയ്യണ്ടെന്നോ അല്ല. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ പിന്നെ ന്യായപ്രമാണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നില്ല. അതിനപ്പുറത്തെ അനുസരണം നമുക്ക് ഉണ്ടാകും. കാര്യം, ആത്മാവ് നിങ്ങളെ പരീശന്മാരുടെയും സദൂക്യരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന അനുസരണമാണത്. ന്യായപ്രമാണത്തിനും അപ്പുറത്തുള്ള അനുസരണമാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാ ഇത്, അല്ലാതെ തോന്നിവാസം നടക്കുന്നവന് വേണ്ടിയുള്ള ഒരു വാക്യമല്ല ഇത്. എന്റെ ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് നടക്കുന്നവനുള്ളതല്ല ഈ വാക്യം. ഒരു വാക്യത്തിന്റെ ആദ്യത്തെ പകുതി കളഞ്ഞിട്ട് രണ്ടാമത്തെ പകുതി എടുക്കരുത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുമ്പ് കൂട്ടി പറയുന്നു. അപ്പൊ അനുസരിക്കണോ? ഈ വക പ്രവർത്തിച്ചാൽ എങ്ങോട്ടാ പോകുന്നത്? നരകത്തിലേക്കാ പോകുന്നത്, നരകത്തിലേക്ക്. ഇത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ സായിച്ചാൻ എന്നോടൊരാൾ പറഞ്ഞ, സായിച്ചാന്റെ പ്രസംഗം കേട്ടാൽ മനുഷ്യന്റെ ഭ്രാന്ത് വിളിക്കും. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാനാ? യേശുവിന്റെ പ്രസംഗം കേട്ടാലും ഭ്രാന്ത് വിളിക്കും. ഞാനല്ലല്ലോ ഇത് പറഞ്ഞതാണ്. ഭ്രാന്ത് വിളിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? അവൻ തന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികൾ നിർവഹിക്കുകയില്ല. ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. ഈ ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേലേ പറ്റൂ? ആത്മാവിനെ അനുസരിച്ച് നടന്നാലേ പറ്റൂ. നിരന്തരമായി പരിശുദ്ധാത്മ നിയന്ത്രിതമായ ഒരു ജീവിതം നമുക്ക് അനിവാര്യമാണ്. അല്ലാതെ ആരാ വിശുദ്ധന്മാര്, ആരാ അനുസരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞതുമല്ലോ, നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കണ്ണു ചുരന്നെടുത്ത് കൊടുക്കോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികൾ നിർവഹിക്കുകയില്ല. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും. ഇത് ഏത് ന്യായപ്രമാണത്തെക്കാളും വലിയ പ്രമാണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് ഫലമാണ്. ഫലം, ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ ഫലവും. ജഡത്തിൻ്റെതെന്താണ്? പ്രവൃത്തിയാണ്. ആത്മാവിൻ്റെതെന്താണ്? ഫലമാണ്. എങ്ങനെയാ ഫലമാകുന്നത്? ബ്രീഡ് മാറിയാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. പ്രവൃത്തി ചെയ്ത് നമ്മൾ
നമ്മളെ അസ്തിത്വം പ്രാപിക്കുകയല്ല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, നമ്മൾ പറയും അവനൊരു പാപിയാ. എങ്ങനെയാ? പാപം ചെയ്ത് ചെയ്ത് ആരാകുന്നു? പാപിയാകുന്നു. അത് കറക്റ്റായിട്ടുള്ള ഒരു അനാലിസിസ് അല്ല. പാപം ചെയ്ത് ചെയ്ത് പാപിയാവുകയല്ല, അടിസ്ഥാനപരമായി അവൻ പാപിയായതുകൊണ്ട് പാപം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വൃക്ഷമാണ് പ്രധാനം. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല, ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം പുറപ്പെടുവിക്കുവാനും കഴിയുകയില്ല. പാപം ചെയ്ത് ചെയ്ത് പാപിയാകുന്നെന്നാണ് ലോകത്തിന്റെ തത്വം. പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് മനുഷ്യൻ പാപിയായതുകൊണ്ട് അവൻ പാപം ചെയ്യുന്നു. അപ്പൊ അതിനുള്ള റിമഡി എന്താ? പാപി എന്ന അവന്റെ അസ്തിത്വത്തിന് മാറ്റം വരണം. അവൻ ആത്മാവിൽ ജനിക്കണം. ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ ജീവിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളരണം. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നടക്കുകയും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. പകരക്കാരനല്ല, നമ്മൾ കൊണ്ടുവരണം. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. പ്രിയമുള്ളവരെ, ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിത അല്ലെങ്കിൽ ജീവിത ശൈലി അതുപോലെ പകർത്താൻ ആത്മാവിലേ കഴിയുകയുള്ളൂ. അങ്ങനെ ആത്മാവിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് യേശുവിന്റെ ജീവിത ശൈലി അത് പകർത്തുകയല്ല, അത് ഉണ്ടായി വരും. അത് ഫലമാണ്, ഇല്ലേ? ഫലമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവനിൽ ചേർന്ന് വസിക്കണം, അന്യോന്യം ശുശ്രൂഷിക്കണം. ബി സെർവൻസ് ടു വൺ അനദർ. അന്യോന്യം ശുശ്രൂഷിക്കുക. ഒരു ദാസനെ പോലെ ശുശ്രൂഷ ചെയ്യണം. കാര്യം ദാസനാവുക എന്ന് പറയുന്നത് ഒരു വലിയ അവസ്ഥയാണ്. അതാണ് ദൈവരാജ്യത്തിലെ ഏറ്റവും ദാസനാണ് ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് തുവർത്തെടുത്ത് അരയിൽ ചുറ്റി. ഞാൻ പറഞ്ഞല്ലോ, ശിഷ്യന്മാരെല്ലാവരും സിംഹാസനത്തിന് വേണ്ടി കളിപിടി കൂടുമ്പോൾ കർത്താവ് ഫൈറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? തോർത്തെടുക്കാൻ. അതാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ തോർത്തെടുക്കാനാണ്, ശുശ്രൂഷ ചെയ്യുവാനാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ കസേരയ്ക്ക് വേണ്ടിയല്ല. പക്ഷെ ഇന്നിപ്പം നിർഭാഗ്യവശാൽ നമ്മൾ കാണുന്നത് മുഴുവൻ കസേരയ്ക്ക് വേണ്ടിയുള്ള കളിപിടിയാണ്. അതിന് നമ്മുടെ മലയാള ഭാഷയിൽ എനിക്കറിയില്ല അത്ര നല്ല പദമാണെന്ന്, ഒരു ഉളുപ്പുമില്ല. ചിലപ്പോൾ ചില വാക്കുകളൊക്കെ ഒരു കോമൺ വേർഡ് അല്ല ആയിരിക്കത്തില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെ ഏത് വേദോസമാണ് വായിക്കുന്നതെന്ന്. ഈ ഭാഗങ്ങൾ എവിടെയെങ്കിലും ഇവർ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എവിടെയെങ്കിലും അതിനുവേണ്ടി പണം മുടക്കാനും അതിനുവേണ്ടി വഴക്കുണ്ടാക്കാനും അതിനുവേണ്ടി കള്ളത്തരം കാണിക്കാനും കള്ളവോട്ട് ചെയ്യാനും ഒന്നും ഒരു മടിയുമില്ല. എന്തിനു വേണ്ടി? തോളത്തിനു വേണ്ടിയല്ല, കസേരയ്ക്ക് വേണ്ടി. എന്ത് കസേര, ഇല്ലേ? നമ്മുടെ ദൈവസഭയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകത്തിന്റെ അർത്ഥം എന്താണ്? കർത്താവ് പഠിപ്പിച്ചെന്താണ്? ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയതുപോലെ. കർത്താവ് പറഞ്ഞ വാചകം ഇതാണ്, ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും അന്യോന്യം കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ പറഞ്ഞല്ലോ, യേശു പറയുന്നു, യു നോ ഹു ഐ ആം. ഐ എം യുവർ ടീച്ചർ, ഐ എം മെസ്സയ, ഐ എം യുവർ ലോർഡ്. അപ്പൊ ഞാന് നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ അതാണ് നിങ്ങൾ പിന്തുടരേണ്ടതായ മാതൃക. ഞാൻ ജെയിംസ് പറഞ്ഞ വാചകം നിങ്ങൾ ഓർക്കണം. നിങ്ങളെ എത്ര പേർ സേവിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര പേരെ സേവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം കാര്യം. നിങ്ങൾ എത്ര പേരെ സേവിക്കുന്നു അവരുടെ നേതാവാണ് നിങ്ങൾ. ആ സെർവന്റ്ഹുഡിലേക്ക് നമ്മുടെ സഭ വളരേണ്ടത് എത്ര അത്യാവശ്യമാണ്. അത് വലിയ നേതൃത്വത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ വീടുകളിലും എല്ലായിടത്തും വേണം ഈ താഴ്മ. എല്ലായിടത്തും വേണം
നമ്മുടെ സഭയിലും നമ്മുടെ വിശ്വാസികളുടെ ഇടയിലും മറ്റുള്ളവരുടെ ഇടയിലും എല്ലായിടത്തും നമുക്ക് ഈ താഴ്മയുടെ അവസ്ഥ ഉണ്ടാകണം. ഹ്യൂമിലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? അത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് ചോയ്സാ, അത് തെരഞ്ഞെടുപ്പാണ്. നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ എന്റെ മിഷനില് ഒരു നേതാവ് കളിച്ചാൽ ഒരു പക്ഷേ എനിക്കതിന് വേണമെങ്കിൽ എനിക്ക് പറയാം, പല കാര്യങ്ങൾ പറയാൻ പറ്റും. ഞാൻ അവരുടെ സീനിയറാണ്, മറ്റാണ്, മറിച്ചൊക്കെ പറയാൻ പറ്റും. പക്ഷേ ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നതല്ല. ഞാൻ അവരുടെ ശുശ്രൂഷക്കാരനാവുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നതായ കാര്യം. അതാണ് ദൈവികത. ഇവിടെ കർത്താവ് ഇറങ്ങി, അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ആരാണെന്ന് അവൻ അറിയാം. അവൻ ഒരു കാരണവശാലും ഇത് ചെയ്യേണ്ടയാളല്ല എന്നുള്ളതും സത്യമാണ്. പക്ഷെ അവൻ ഇറങ്ങുക, അവനത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ദാസ്യാനുഭവം നമുക്കുണ്ടാകുന്നുണ്ടോ? ദാസ്യാനുഭവം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈഗോയിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ പറ്റൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ്. ഹു ഈസ് അവർ ബിഗസ്റ്റ് എനിമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അവർ സെൽഫ്. നമ്മുടെ സെൽഫാണ്. നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് നമ്മളെ സമ്മതിക്കാതിരിക്കുന്നത് നമ്മുടെ സെൽഫാണ്. നമ്മുടെ സ്വയമായ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ. സ്നേഹത്തെക്കുറിച്ച് 1 Corinthians 13 പറയുന്നു, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വഴിയിൽ ഈ കാര്യങ്ങൾ നടക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. അതാണ് സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാം പ്രശ്നം എന്റെ വഴിയിൽ കാര്യങ്ങൾ നടക്കണമെന്നുള്ളതാണ്. എന്റെ വഴിയിൽ കാര്യങ്ങൾ നടക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അതിനുവേണ്ടി നമ്മുടെ ഈഗോയാണ് ഏറ്റവും വലിയ ശത്രു എന്നുള്ളതിനകത്ത് എന്താ സംശയം? ഈ താഴ്ച നമുക്ക് എന്തുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല? ഈഗോയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർഗ്യുമെന്റ് ഉണ്ടാകത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് ആർഗ്യുമെന്റ്? സഭയിൽ ആർഗ്യുമെന്റ് ഉണ്ടാകുന്നു, മറ്റുള്ള സ്ഥലങ്ങളിൽ ആർഗ്യുമെന്റ്. എന്തുകൊണ്ട്? എല്ലാ ആർഗ്യുമെന്റിന്റെയും അടിസ്ഥാന ഘടകം ഈഗോയാണ്. ഈഗോ ഇല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഉണ്ടാകത്തില്ല, കുടുംബത്തിലുണ്ടാകത്തില്ല, സഭയിലുണ്ടാകില്ല. ഇല്ലേ? ശരിയല്ലേ ഞാൻ പറയും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് കുറച്ച് ജേർണലിസ്റ്റുകൾ, ഈ ജേർണലിസ്റ്റുകളുണ്ടല്ലോ, ആരെ കൊണ്ട് എന്തും വാവിട്ട് പറയിക്കും, അവരെ ഇട്ട് കുഴയ്ക്കും. അത് ഞങ്ങളുടെ വർഗ സ്വഭാവമാണ്. അപ്പം 120 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ജേർണലിസ്റ്റുകളെല്ലാം കൂടി ഇദ്ദേഹത്തിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, പാപ്പാ, നിങ്ങൾ ഈ 120 വയസ്സ് വരെ ജീവിച്ചതിന്റെ കാര്യം എന്താണ്? നിങ്ങൾ എന്തെങ്കിലും ആയുസ് നീട്ടുന്ന എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ, ഞാൻ മരുന്ന് പോലും കഴിക്കുന്നില്ല. എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മരുന്നൊന്നും കഴിക്കുന്നില്ല. പിന്നെന്താ ഈ 120 വയസ്സ് വരെ ജീവിക്കാൻ കാര്യം? എന്തെങ്കിലും സ്പെഷ്യൽ കൈൻഡ് ഓഫ് എക്സസൈസ് ലൈക്ക് എയറോബിക്സോ അതുപോലുള്ള എന്തെങ്കിലും നമ്മൾ ജിമ്മിലൊക്കെ എങ്ങനെ പഠിപ്പിക്കുമല്ലോ, അങ്ങനെ വല്ലോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും അറിയത്ത് പോലും ഇല്ല. ഞാൻ പിന്നെ അല്പമൊക്കെ അധ്വാനിക്കും, അതല്ലാതെ എനിക്ക് വേറെ അങ്ങനെ പ്രത്യേകിച്ചുള്ള എക്സസൈസ് ഒന്നും ഇല്ല. പിന്നെ ഭക്ഷണമൊക്കെ എന്താ, അങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളോ വല്ലതും ആണോ? ഇല്ല, ഞാൻ നോർമൽ ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ എന്തോ നിങ്ങൾ ഈ 120 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ കാര്യം എന്താ? അത് പറ. എനിക്ക് അറിയത്തില്ല, അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഒരു പക്ഷേ ഞാൻ ആരോടും ആർഗ്യൂ ചെയ്യാറില്ല, തർക്കിക്കാറില്ല. ഇനി അതുവല്ലോ ആണോ കാരണമെന്നുള്ളത് എനിക്ക് അറിയില്ല. ഉടനെ ഒരു ജേർണലിസ്റ്റ് അങ്ങ് ദേഷ്യം വരും, പിന്നെ വല്യപ്പ ഞങ്ങളെ ചുമ്മാ കളിയാക്കരുത് കേട്ടോ. പിന്നെ അയാൾ പറയുന്നുണ്ടല്ലയോ, ആരോടും തർക്കിക്കത്തില്ല, അതുകൊണ്ട് 120 വയസ്സ് വരെ ജീവിച്ചെന്ന്. വേറെ എന്തെങ്കിലും രഹസ്യം ഇയാൾ മറച്ചു വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ തർക്കിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും 120 വയസ്സ് വരെ ജീവിക്കുവോ? ഉടനെ വല്യപ്പൻ പറഞ്ഞു, ചിലപ്പോ നീ പറഞ്ഞത് ശരിയായിരിക്കും മോനെ, വേറെ എന്തെങ്കിലും കാരണം കാണും. അന്നേരം അങ്ങനെ തർക്കിച്ചില്ല, അതിനു പോലും എന്ത് ചെയ്യാൻ പോയില്ല, തർക്കിക്കാൻ പോയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലെയും സഭയിലെയും എല്ലാം പ്രശ്നങ്ങളുടെ കാരണം എന്താ? തർക്കം. ചിലപ്പോ നീ പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നം തീർന്നില്ലേ? ചിലപ്പോ നിങ്ങൾ പറഞ്ഞതായിരിക്കും ശരി, എനിക്ക് അത്ര അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നം തീർന്നില്ലേ? ശരിയല്ലേ? പ്രായോഗികമായ ചില കാര്യങ്ങളും കൂടെ ഈ ബൈബിൾ ക്ലാസ് നമ്മൾ പഠിക്കണമല്ലോ. പ്രിയമുള്ളവരെ, അതാണ് സ്വയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതാണ് തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ.
തന്നെത്താൻ ത്യജിക്കുക എന്നുള്ള തിയോളജി മാത്രം പഠിച്ചാൽ പോരാ, ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യണം. തന്നെത്താൻ ത്യജിക്കുക എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യണം. വീടുകളിൽ ആർഗ്യുമെന്റ് ഉണ്ടാകരുത്. ഭർത്താവ് പറയുന്നത് അനുസരിക്കുക, അതാണല്ലോ വേദോത്സവം പഠിപ്പിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഭാര്യ അനുസരിച്ചില്ലെങ്കിൽ ഉടനെ അതിനും തർക്കിക്കാൻ പോകരുത്. ചിലപ്പോൾ ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. ആർഗ്യുമെന്റ് വേണ്ട. ആർഗ്യുമെന്റ് ഇല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളില്ല. സഭയിലെ സകല പ്രശ്നങ്ങളുടെയും കാര്യം എന്താണ്? ഇയാൾ പറയുന്ന പോലെ നടന്നാ മതിയോ? ഇയാൾ പറയുന്ന പോലെ നിങ്ങൾ നടക്കത്തൊന്നുമില്ല. ഇവിടെ ഞാനും കൂടെ ഇതിനും വെട്ടുകല്ല് ചുമന്നത്. കെട്ടിടം പറഞ്ഞപ്പം വെട്ടുകല്ല് വെട്ടിയത് ഞാനാ. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കണം. ഇതല്ലേ സഭയിലെ പ്രശ്നം? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ വിട്ടുകൊടുത്താൽ എന്തോ പറ്റാനാ? ചില്ലറ കാര്യങ്ങളല്ലേ. സ്വയത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് വേണം. എല്ലാ നാവും പാടിടും യേശുവിൻ സ്നേഹത്തെ, നാമും ചേർന്നു പാടിടാം. യേശുവിൻ സ്നേഹത്തെ നാമും ചേർന്നു പാടിടാം. യേശുവിൻ സ്നേഹത്തെ ആരാധ്യൻ ആരാധ്യനാമേശുവേ, ആരാധനയ്ക്കു യോഗ്യനേ. ആരാധ്യൻ ആരാധ്യനാമേശുവേ, ആരാധനയ്ക്കു യോഗ്യനേ. എല്ലാവും പാടിടും യേശുവിൻ സ്നേഹത്തെ, നാമും ചേർന്നു പാടിടാം. യേശുവിൻ സ്നേഹത്തെ